എവിടെയാ പോണേന്ന് പറഞ്ഞേ അമ്മ പറ. എന്നാടാ എന്നാ മിണ്ടാത്തെ? ഗുഡ് മോർണിംഗ്, സൺഡേ ആണ്. ഇന്ന് എന്തൊക്കെയാണ് അമ്മയുടെ പ്ലാൻസ് എന്ന് പറഞ്ഞോ? പ്ലാൻസ് ഒരുപാട് പ്ലാൻസ് ഉണ്ടെന്ന. ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണത് മിക്സ്ഡ് മഷ്റൂം തോരനാണ്. അപ്പൊ അതിനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഡിന്നറിന് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ഉദ്ദേശിച്ചു. പക്ഷെ ഇന്നലെ ചെന്നപ്പോഴത്തേക്കും ഷോപ്പൊക്കെ അടച്ചുപോയി, ചിക്കൻ കിട്ടിയില്ല. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഗ്രീൻ പീസ് കറി, ഒരു വെറൈറ്റി ഗ്രീൻ പീസ് കറി തയ്യാറാക്കണം. ഗ്രീൻ പീസ് കറിയാണ്. അപ്പൊ അതൊക്കെ തയ്യാറാക്കാനുണ്ട്. പിന്നെ ഇടയ്ക്ക് വേറെ വേറെ ചെറിയ ചെറിയ വേറെ ഐറ്റംസും ഉണ്ട്. അടുക്കളയില് സൺഡേ, അതെ, അടുക്കളയിൽ സൺഡേ എപ്പോഴും ഒരുങ്ങൂലോ ഓരോ കാര്യങ്ങൾ. വ്ളോഗിന് വേണ്ടി കുക്കിംഗ് ചാനലിലേക്ക് കൊടുക്കാനും ഒക്കെയുള്ള പരിപാടി. അന്നാണല്ലോ ഫുള്ളായിട്ട് ടൈം കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള പരിപാടി കേട്ടോ. തുടങ്ങട്ടെ ഓരോന്നെ. അപ്പൊ അമ്മ ഇവിടെ മഷ്റൂം പരിപാടി ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. അതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള തോരനാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, പക്ഷെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റി. ഞങ്ങൾ അഭിപ്രായം ഞങ്ങൾ കഴിച്ചിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ നമ്മള് കഴിച്ചിട്ടില്ല ഇന്നേ വരെ. തോരനാണ്. ഇച്ചിരി കറിവേപ്പില എടുത്തിട്ട് കേട്ടോ ഇതിലേക്ക്. മിക്സ്ഡ് വെജിറ്റബിൾസ് തോരൻ. ഇച്ചിരി കറിവേപ്പില. അപ്പൊ ഇത് നോക്കാനായിട്ട് വന്നിട്ടുണ്ട് നോനി. എങ്ങനെയാണെന്ന് അറിയാം. സ്മെല്ലായില്ല, ഇപ്പൊ ചേർത്തേ ഉള്ളൂ. ഇല്ല, ഇപ്പൊ ചേർത്തേ ഉള്ളൂ എല്ലാം. ഇനി ഗരം മസാല ഒക്കെ ചേർത്ത് വേവിക്കണത്. അമ്മയാണെങ്കിൽ ഓടി നടക്കുകയാണല്ലോ. സൺഡേ അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ മഷ്റൂം മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ വിത്ത് ഗരം മസാല റെഡി ആയിരിക്കുന്നു. ഞങ്ങളൊരു 2-3 പുതിനയില പറിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. മല്ലിയില ഇല്ല, സോറി, അതിന് പകരം പുതിനയില വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഈ ഗരം മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കൊരു നോൺ വെജ് കറിയുടെ ടേസ്റ്റായി മാറുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില പരിഷ്കാരങ്ങൾ ഞാൻ വരുത്തിയാണ് ഞാൻ ചെയ്തത്. അപ്പം ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ തോരനായതുകൊണ്ടൊരു ചെറിയ വാട്ടർ കണ്ടൻറ്റ് അതിലുണ്ടാവും. ഞങ്ങളോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇച്ചിരി ഡ്രൈ ആക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെഴുക്ക് പുരട്ടിയാണെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാൻ, തോരനാകുമ്പോൾ ചെറിയൊരു വെള്ളമയം വേണമെന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. എനിവേ ഇറ്റ് ഈസ് വെരി ടേസ്റ്റി, വെരി വെരി ടേസ്റ്റി. താങ്ക്സ് ഫോർ ദ റെസിപ്പി. ആർക്കാ നിങ്ങളുടെ പറഞ്ഞേക്കാം, ഫോർ മലയാളം മനോരമ വീക്കിലി. ഞങ്ങള് ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. എവിടേക്കാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഉച്ചയായിട്ടോ അപ്പൊ സമയം 12 മണി കഴിഞ്ഞു. എവിടെയാ പോണേന്ന് പറഞ്ഞേ അമ്മ പറ. ഞങ്ങള് പോണത് ഞങ്ങളുടെ പപ്പയുടെ ചേട്ടന്റെ വീട്ടിലാണെന്ന് ഉച്ചയ്ക്ക് ഊണ്. എന്താന്ന് വെച്ചാൽ അവിടുത്തെ അപ്പച്ചന്റെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് ചേച്ചിമാരൊക്കെ വരാൻ ഓരോ അസൗകര്യങ്ങൾ. അപ്പം ഞങ്ങൾ മാത്രം കൂടി, ഞങ്ങൾ 2 കൂട്ടർ മാത്രം കൂടി, അവിടുത്തെ മോളും ഫാമിലിയും വരും. അപ്പം ഞങ്ങൾ ഉച്ച ഊണിൻ്റെ സമയത്താണ് അങ്ങോട്ട് ഇറങ്ങണത്. പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് നിന്ന് നിങ്ങളോടൊരു കുശലം പറഞ്ഞതാണ്. ഞാൻ വിയർത്തിരിക്കുവാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ചൂടാ, അതുകൊണ്ട് ആവിയും ചൂടും ആയതുകൊണ്ട് വേറെ ഒന്നും ആയിട്ടല്ല. അപ്പം ഞങ്ങൾ പോയി ചേച്ചിയുടെ അടുത്തുനിന്ന് ഉച്ചഭക്ഷണം കഴിക്കുവാണ് ചേട്ടൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് അമ്മ ഒന്ന് സാരിയൊക്കെ കൊടുത്തു വന്നിട്ട് എന്നാണ് ഞങ്ങളോട് കുശലം പറയണേന്ന് എല്ലാരും ചോദിക്കാറുണ്ട്. ഞാനൊരു 2 ആഴ്ച കഴിയുമ്പോ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ലൈവില് പ്രത്യക്ഷപ്പെടാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇനി ആരോഗ്യമൊക്കെ ഹെൽത്തൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരാനുണ്ട്. ഇൻട്രോ പറയാനൊന്നും കുഴപ്പമില്ല, നോക്കട്ടെ കേട്ടോ. അധികം വൈകാതെ ഞങ്ങൾ വരാം. അപ്പൊ കൊറേ വിശേഷങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ വരിക, സംസാരിക്കാൻ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരു ഫോൺ കോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ചെല്ലാത്ത എന്താണെന്ന് ചോദിച്ചു. മേളം മൊത്തം അങ്ങ് കൊഴുക്കാൻ. അപ്പം ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൊഴുക്കോള് സംസാരം. അപ്പം അതിന് വേണ്ടി അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളുടെ തൊട്ട് പാടത്തിന്റെ അക്കരയാ വീട്. അപ്പം ശരി. ഞാൻ വീഡിയോയിൽ ഇടും ക്ലിപ്പിംഗ് ഒക്കെ. ഓരോ കറിയുടെയും ക്ലോസപ്പ് എടുക്കുന്നു.
പേടിക്കത്തുള്ള പ്രശ്നം കുറെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊക്കെ ചോറെടുത്ത് മടിയിൽ വെച്ചിട്ട് ആ ഇതിലേക്ക് എല്ലാം ആയോ? അല്ലായി. ഒരു ലിസ്റ്റ് പോലും ഒരു ഐറ്റം പോലും മിസ്സാകാൻ പാടില്ല. ഒന്നും മിസ്സായിട്ടില്ല. എന്നാടാ എന്നാടാ എന്നാ മിണ്ടാത്തെ ഇപ്പൊ എന്നാ മിണ്ടാത്തെ? ആ അത് ആസ്വദിക്കുക കിടക്കുന്ന. നീ നോക്കടാ. അങ്ങനെ ഞങ്ങൾ മമ്മിയുടെ വക ഒരു ഡെലീഷ്യസ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വയറൊക്കെ ഫില്ലായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഞാൻ പക്ക നോൺ വെജ് ലഞ്ച് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ചിക്കൻ, ബീഫ്, മീൻ കറി, മീൻ വറുത്തത്, ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. വെജ് കറികളുണ്ടായിരുന്നു. ബട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ലഞ്ചായിരുന്നു കേട്ടോ ഒന്ന്. ഇനിയിപ്പോൾ വൈകുന്നേരം ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം വൈകുന്നേരം ഉണ്ടാക്കാൻ വെച്ചിരുന്ന സംഗതികളൊക്കെ അമ്മ ഡിന്നറിലേക്ക് മാറ്റി കേട്ടോ. അതാണ് ഇത്. അപ്പോൾ ഇതായിരുന്നു ഡെലീഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ഡിന്നർ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ഫുഡി ഡേ ആയിരുന്നു എന്ന് കേട്ടോ. അപ്പം കണ്ടോ പകുതി മുറിച്ച് വെച്ചേക്കണേ, ഞാൻ മുറിച്ച് വെച്ചേക്കണാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വരുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് മുറിച്ച് കഴിക്കും. എല്ലാവരും ഈ ഒരു സൺഡേ വ്ളോഗും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, വേഗം ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.